പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളുടെ പ്രഥമ യോഗമാണ് ഇന്ന് രാവിലെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ സാന്നിധ്യത്തിൽ നടന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും സംസ്ഥാന ഭാരവാഹി യോഗത്തിലുണ്ടായിരുന്നു. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്ത ശ്രീ സദാനന്ദൻ മാസ്റ്റർ യോഗത്തിൽ സംബന്ധിച്ചിരുന്ന അദ്ദേഹത്തിന് സംസ്ഥാന ഘടകത്തിൻ്റെ ഔപചാരികമായ സ്വീകരണം ആ യോഗത്തിൽ വെച്ചിട്ടുണ്ടായി. പ്രധാനമായിട്ടും കേരളത്തിലെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി വിലയിരുത്തിയ ഒരു രാഷ്ട്രീയ പ്രമേയം യോഗത്തിൽ അവതരിപ്പിക്കുകയും അത് ചർച്ച ചെയ്ത് പാസ്സാക്കുകയും ചെയ്തു. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച് വിശദമായി യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വികസിത കേരളം എന്ന ആശയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായിട്ടുള്ള പ്രവർത്തനത്തിനാണ് പാർട്ടി ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 100 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വിപുലമായിട്ടുള്ള റോഡ് മാപ്പ് ഇന്നത്തെ സംസ്ഥാന ഭാരവാഹി യോഗം ചർച്ച ചെയ്ത് അംഗീകരിക്കുകയുണ്ട്. അതിൽ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനാണ് ഇപ്പം നിശ്ചയിച്ചിട്ടുള്ളത്. അതനുസരിച്ച് കേരളത്തിലെ 30 സംഘടനാ ജില്ലകൾക്കും ഇൻചാർജുമാരെ ഇന്ന് തീരുമാനിക്കുകയുണ്ടായി. അവരുടെ നേതൃത്വത്തിൽ അതാത് ജില്ലകളിൽ പഞ്ചായത്തിൻ്റെ ഘടകത്തിലെ പാർട്ടി പ്രവർത്തകന്മാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായിട്ടുള്ള ഏകോപനം ഈ 100ന കർമ്മ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ആഗസ്റ്റ് മാസം 1 മുതൽ 10 വരെ എല്ലാ വാർഡുകളിലും വിപുലമായിട്ടുള്ള വാർഡ് സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ആ വാർഡ് സമ്മേളനങ്ങളിൽ അതാത് വാർഡുകളിലെ വികസന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ചകളുണ്ടാകും. കഴിഞ്ഞ കാലങ്ങളിൽ 2 മുന്നണികളും അതാത് പ്രദേശങ്ങളോട് ചെയ്തിട്ടുള്ള വികസന വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളെ ചൂണ്ടിക്കാട്ടുന്ന കുറ്റപത്രം തയ്യാറാക്കും. ഈ കുറ്റപത്രവും വികസന രേഖയും മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിടാൻ ആഗ്രഹിക്കുന്നത്. അത്തരം വിഷയങ്ങളെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന സമ്മേളനമാണ് ആഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ സംഘടിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചത്. കേരളത്തിലെ 20,000 വാർഡുകളിൽ ഈ സമ്മേളനം നടക്കണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ആഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനമാണ്. ആ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാ വാർഡ് കേന്ദ്രങ്ങളിലും സ്വാഭിമാന ത്രിവർണ റാലികൾ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. വാർഡിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയ ശോഭായാത്രകൾ സംഘടിപ്പിക്കും. ആ വാർഡിലെ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷം ഉണ്ടാകും. വികസിത കേരളം സാധ്യമാകുന്നതിന് വേണ്ടി വികസിത ഭാരതത്തിലേക്കുള്ള ചുവടുവെപ്പ് എന്നുള്ള നിലക്ക് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വികസിത കേരള പ്രതിജ്ഞ അന്ന് എല്ലാ വാർഡ് കേന്ദ്രങ്ങളിലും ഞങ്ങൾ ആഗസ്റ്റ് 15-ാം തീയതി സംഘടിപ്പിക്കും. സമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള, പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള വ്യക്തികളെ ഈ സമ്മേളനങ്ങളിൽ വെച്ചിട്ടല്ല, ഈ സ്വാഭിമാന റാലികൾ വെച്ചിട്ട് ആദരിക്കുന്ന ഒരു പ്രോഗ്രാം കൂടി ആലോചിച്ചിട്ടുണ്ട്. അതുകൂടാതെ കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ വ്യാപകമായിട്ടുള്ള അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരായിട്ടുള്ള വലിയ സമരങ്ങൾ നടത്താൻ വേണ്ടി പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം കേരളത്തിൽ മുടങ്ങിക്കിടക്കുകയാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം
വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവത്തിൽ ബോധ്യമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ധാരാളം പരാതികൾ BJPക്ക് കിട്ടിയിട്ടുണ്ട്. ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രാലയങ്ങൾക്കും നിരവധി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പരാതി പോയിട്ടുണ്ട്. ഞങ്ങൾ ഈ പരാതികൾ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്ര കൃഷി മന്ത്രി, കേന്ദ്ര ജലസേചന വകുപ്പ് മന്ത്രി, ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി, കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി, ഗ്രാമീണ മേഖലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രിമാർ, ഇവർക്കെല്ലാം ഇത് സംബന്ധിച്ചുള്ള നിവേദനങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള ഒരു കാര്യം, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം കൃത്യമായി കേരളത്തിൽ ചെലവഴിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ബോധപൂർവം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും നിലപാടിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ പ്രാദേശിക തലത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ കേന്ദ്രങ്ങളിലും എന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുഗതാഗതം, ഈ വിഷയങ്ങളിൽ, നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിൽ ഇതിലെല്ലാം കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരിന്റെയും ഭാഗത്തുള്ളത്. ഇതിൽ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരാണെങ്കിൽ രണ്ടാം പ്രതി വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ്. കേരളത്തിൽ ഇത്രയും ശുചിത്വമുണ്ട് എന്ന് പറയുന്ന കേരളം ചെലവിടുന്നു എന്ന് പറയുന്ന കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ പണം കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും മുമ്പോട്ട് പോകാൻ കേരളത്തിന് സാധിക്കാത്തത് എന്നുള്ളതിനെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് മറുപടി പറയേണ്ടതാണ്. ഇന്നിപ്പോ കേരളത്തിലെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി വലിയ അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ പരിശോധിക്കുമ്പോൾ 100 നഗരങ്ങൾ എടുക്കുമ്പോൾ കേരളം അവിടെയൊന്നുമില്ല. നാം വ്യക്തിഗത ശുചിത്വത്തെ കുറിച്ചും പരിസര ശുചിത്വത്തെ കുറിച്ചും ഒക്കെ വലിയ വാചാലരാകുന്നവരാണ്. ഓരോ പ്രാവശ്യവും സംസ്ഥാന ഗവൺമെന്റും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഇതിനു വേണ്ടി കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഇതിനു വേണ്ടി ധാരാളം പണം, സ്വച്ഛ ഭാരതിന്റെ ഭാഗമായി എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുന്നുണ്ട്. ആ പണമൊന്നും വിനിയോഗിക്കപ്പെടുന്നില്ല. ആ പണം ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. സ്വച്ഛ ഭാരതത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് കൊടുക്കുന്ന പണം ചെലവഴിച്ചാൽ തന്നെ കേരളത്തിന്റെ റാങ്ക് മാറുമായിരുന്നു. അപ്പൊ ഇതൊന്നും ചെലവഴിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ ഇതിന്റെ കണക്ക് പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ വകുപ്പിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണവും കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ചെലവഴിച്ചതുമായ പണത്തിന്റെ കണക്ക് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ, അത് സംബന്ധിച്ച് ഒരു ധവളപത്രം തയ്യാറാക്കി പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര പദ്ധതികൾ, ഇത് മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെയും ശുചിത്വത്തിന്റെയും ആരോഗ്യത്തിന്റെയും കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കുടിവെള്ളം കൊടുക്കുന്ന ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, വീടുകൾ കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇപ്പോഴും ഇന്ത്യയിൽ ജലജീവൻ മിഷൻ പൂർത്തിയാക്കാത്ത സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ്. ആകെ 3-4 സംസ്ഥാനങ്ങളെ പൂർത്തിയാക്കാത്തുള്ളൂ. ആ പട്ടികയിലാണ് ഇപ്പോൾ കേരളമുള്ളത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്, അതിൽ കേരളമുണ്ട്. അപ്പൊ ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ട് ആഗസ്റ്റ് മാസം മുതൽ തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭം ഈ 100 കർമ്മ പരിപാടിയുടെ ഭാഗമായി BJP തയ്യാറാക്കിയിട്ടുണ്ട്. ആ പരിപാടികൾക്കും ഇന്ന് ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ പാർട്ടിയുടെ ജില്ലാ മണ്ഡലം ഉപരി കാര്യകർത്താക്കന്മാരുടെ ശില്പശാലകൾ മേഖലാ തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ നടക്കുകയാണ്. ആ ശില്പശാലയിൽ വെച്ച് ഓരോ പ്രദേശ ഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് കൃത്യമായിട്ടുള്ള രൂപം കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചു. കേരളം എല്ലാത്തിലും പുറകിലാണ് എന്ന് BJP നേതാക്കൾ പറയുമ്പോഴും ഇന്നലെ വന്ന ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്തെ ആദ്യത്തെ 100 നഗരങ്ങളിൽ 8 നഗരങ്ങൾ കേരളത്തിലേതാണെന്നുള്ള കണക്ക് വന്നിട്ടുള്ളത്. അത് കാണാനിതാണ്. എത്ര വർഷം കാത്തിരിക്കേണ്ടി വരുന്നു?
ഇത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു. നമ്മളിപ്പോ പറയുമ്പോ കേരളം ഒന്നാമതെത്തണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ആദ്യത്തെ 100 5 6 നഗരങ്ങൾ വന്നതിൽ സന്തോഷമുണ്ട്, നല്ല കാര്യമാണ്. പക്ഷെ വിനിയോഗിക്കപ്പെടുന്ന പണം, അനുവദിക്കുന്ന പണം വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതല്ല റാങ്ക്. കാരണം കേരളം ചെറിയൊരു സംസ്ഥാനമാണ്. നമുക്ക് കുട്ടിക്കാലം മുതലേ പരിസര ശുചിത്വത്തെക്കുറിച്ച്, വ്യക്തിഗത ശുചിത്വത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെയല്ല. നാം അഭിമാനിക്കുന്ന കാര്യമാണ്. ആ അഭിമാനം എല്ലാവർക്കും ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒന്ന് വ്യക്തിഗത ശുചിത്വത്തെക്കുറിച്ചും പരിസര ശുചിത്വത്തെക്കുറിച്ചും നാം ബോധവൽക്കരിക്കുന്നു. ഇത് സംബന്ധിച്ച് ധാരാളം അവയർനെസ് ക്യാമ്പുകൾ നാം സംഘടിപ്പിക്കുന്നു. കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്നു. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിക്കുന്നു. കോടിക്കണക്കിന് രൂപ സ്വച്ഛ ഭാരതിനോട് കേന്ദ്രം അനുവദിക്കപ്പെടുന്നു. എന്നിട്ടും ഈ റാങ്കിങ്ങിൽ കേരളം എത്ര സ്ഥാനത്താണ്? അപ്പൊ അതിന്റെ അർത്ഥം അനുവദിക്കപ്പെടുന്ന പണം വിനിയോഗിക്കപ്പെടുന്നില്ല. കേരളം ശുചിത്വമാകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, സർക്കാർ ആഗ്രഹമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പണം ലഭിച്ചിട്ടും എന്തുകൊണ്ട് വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ വിനിയോഗിച്ചതിന്റെ പ്രദേശഭരണ സ്ഥാപനത്തിന് മന്ത്രി കണക്ക് പറയട്ടെ. കേന്ദ്ര ഗവൺമെന്റ് ശുചിത്വത്തിനു വേണ്ടി അനുവദിക്കപ്പെട്ട പണം എത്ര ശതമാനം ചെലവഴിച്ചു എന്ന് എം വി രാജേഷ് മറുപടി പറയട്ടെ. അപ്പൊ നമുക്കറിയാം. ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ പ്രമേയം കൂടി അവതരിപ്പിക്കപ്പെട്ടിട്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഔദ്യോഗികമായ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ 7 പതിറ്റാണ്ട് ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ അവർക്കായില്ല. അങ്ങനെ ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. കഴിഞ്ഞ 11 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന രാഷ്ട്രീയം അത് കേരളത്തിന് എത്രത്തോളം ഗുണപ്പെട്ടു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായ സ്ഥിതിയിൽ BJP-യിൽ കൂടി മാത്രമേ ആ വികസന രാഷ്ട്രീയം, വികസിത കേരളം യാഥാർത്ഥ്യമാകൂ എന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രീയ പ്രമേയം ഇന്ന് ഞങ്ങൾ അവതരിപ്പിച്ചത്. ഇന്ന് കേരളത്തിന്റെ മുഖ്യ പ്രതിപക്ഷമായി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുന്ന സാഹചര്യമാണ് എന്നാണ് രാഷ്ട്രീയ പ്രമേയത്തിൽ വിലയിരുത്തൽ നടന്നത്. കാരണം കേരളത്തെ കഴിഞ്ഞ ഒരു 7 പതിറ്റാണ്ടായി മാറി മാറി ഭരിച്ച ഈ 2 മുന്നണികൾ ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്ന് ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ വിലയിരുത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു. നമുക്കറിയാം, പിണറായി വിജയൻ സർക്കാർ 9 വർഷം പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ എല്ലാ മേഖലയിലും, സമസ്ത മേഖലകളിലും എന്തൊക്കെ പുരോഗതി കേരളത്തിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നേടാൻ സാധിച്ചിട്ടുണ്ടോ, അതിപ്പം ആരോഗ്യരംഗമാകാം അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗമാകാം, അതിനെല്ലാം തകർക്കുന്ന രീതിയിൽ, തകർത്ത് തനിപ്പണമാക്കുന്ന രീതിയിലുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ 9 വർഷമായി ഇവിടെ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ നിർജീവമായ മരവിച്ച ഒരു പ്രതിപക്ഷം, അതാണ് ഇന്ന് കേരളത്തിലെ UDF-ന്റെ അവസ്ഥ. ആ സാഹചര്യത്തില് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് ഇന്നത്തെ രാഷ്ട്രീയ പ്രമേയത്തിൽ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഈ 2 മുന്നണികൾക്കും ബദലായിട്ട് പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന രാഷ്ട്രീയ മുന്നണി എന്താണ്, ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ലാതെ NDA ആണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ കരുതുന്നു എന്ന് ഇന്നത്തെ രാഷ്ട്രീയ പ്രമേയം വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞതുപോലെ, ഇന്നത്തെ അതിന്റെ കോപ്പി എല്ലാവർക്കും വാട്സാപ്പിൽ തരുന്നതായിരിക്കും. രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞതുപോലെ കേരളം വീണ പതിറ്റാണ്ടാണ് കഴിഞ്ഞ 9 വർഷങ്ങൾ. ഈ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിൽ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും കേരളം പിന്നോട്ട് പോയി. ഇപ്പോൾ ഭാരതത്തിലെ ഉദാഹരണത്തിന് വേണമെങ്കിൽ പറയാം, ഭാരതത്തിലെ തൊഴിലില്ലായ്മ നിരക്കിൽ ഇത് ഏറ്റവും മുന്തിയ റാങ്കിങ്ങിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുണ്ടാവാം, വിലക്കയറ്റത്തിന്റെ വിഷയം വന്നപ്പോൾ, പണപ്പെരുപ്പത്തിന്റെ വിഷയം വന്നപ്പോൾ ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ അത് 3% താഴെ കൊണ്ടുവരാൻ സാധിച്ചപ്പോൾ അത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ച് ഇന്ന് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. കടമെടുക്കാൻ ഒരു ദിവസം പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. ആശാ വർക്കർമാരുടെ വിഷയം നമുക്ക് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് സംഭവിച്ച ബിന്ദുവിന്റെ മരണം കേരളത്തിലെ നമ്പർ 1 മോഡൽ എന്ന് ഇവർ കൊട്ടിഘോഷിച്ച ആരോഗ്യ മേഖല എങ്ങനെ തകർന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.
ഇന്നലെ ശാസ്താംകോട്ടയിൽ നടന്ന സംഭവം. അങ്ങനെ ഓരോന്നോരോന്നായി ഓരോരോ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും ഭാരതീയ ജനതാ പാർട്ടി അവതരിപ്പിച്ച പ്രമേയത്തിൽ കേരളം വീണ പതിറ്റാണ്ട് എന്ന് അടിവരയിട്ട് വിളിക്കാനാണ് ഇന്നത്തെ പ്രമേയം ശ്രമിച്ചത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിഷ്ക്രിയമായ, നിർജീവമായ, മരവിച്ച ഒരു പ്രതിപക്ഷമാണ് ഇന്ന് UDF. ഈ LDF എന്താണോ ചെയ്യുന്നത് അതിന്റെ ഒരു മറുപതിപ്പ് മാത്രമാണ് UDF. അതിപ്പോ അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, വികസന മുരടിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, പ്രീണന രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി, രാജ്യവിരുദ്ധ ശക്തികളോടൊപ്പം കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു UDF-നെയാണ് ഇന്ന് കേരളം കാണുന്നത്. അവർക്ക് കേരളത്തിന്റെ വികസന കാര്യങ്ങളെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് രാഷ്ട്രീയ പ്രമേയം വിലയിരുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഈ രണ്ട് മുന്നണികളും എടുക്കാൻ പോകുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് വ്യക്തത ഉള്ളത് കൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടായിരിക്കും കേരളത്തിലെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ മധ്യത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഒരു മാറ്റം അനിവാര്യമാണ്. മാറ്റം ഭാരതീയ ജനതാ പാർട്ടിയിൽ കൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് വരുന്ന മാസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്യുമെന്ന് കൃത്യമായിട്ട് ഇന്നത്തെ പ്രമേയത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രമേയത്തിലെ മുഖ്യമായി അവതരിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ. ഇതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രമേയത്തിന്റെ എല്ലാ ബിന്ദുക്കളും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സോഫ്റ്റ് കോപ്പി ആയിട്ട് അയച്ചിരുന്നതായിരിക്കും. ഓൾറെഡി അത് കേന്ദ്ര മന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ്. അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. റെക്കമെൻഡേഷൻ സമർപ്പിക്കുകയാണ്. ആ റെക്കമെൻഡേഷൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ അനുസരിച്ച് തീരുമാനം വരുമെന്ന് പാർലമെന്റിൽ കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യമാണ്. അതിനപ്പുറത്തൊരു ഇടപെടേണ്ട ആവശ്യമില്ല. മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. സർക്കാർ എടുക്കുന്ന തീരുമാനമാണല്ലോ, പിന്നെ അതിൻ്റെതായ നടപടിക്രമം ഉണ്ടാവും. നമുക്കിപ്പോൾ കേരളത്തിലെ ആശാവർക്കർമാർ ഇവിടെ സംസ്ഥാന സർക്കാർ ഇതുവരെ വർക്ക് ചെയ്തില്ലല്ലോ. അവർ 100 രൂപ കൂട്ടി കൊടുത്തില്ലല്ലോ. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അതാണല്ലോ. മറ്റത് വിശാലമായ ഒരു നാഷണൽ പെർസ്പെക്റ്റീവിൽ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. അത് നടക്കും. സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട കാര്യം ഈ നിമിഷം വരെ നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവില്ല. അതല്ല കണക്കുകൾ തന്നെ അവരെ ഭാഗം, പക്ഷെ അത് തെറ്റാവുന്ന കണക്കുകൾ തന്നെ ബോധ്യപ്പെടുത്തിയല്ലോ. അതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വർദ്ധിപ്പിച്ച സംസ്ഥാനങ്ങളുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ പഴയതുപോലെ ഒന്ന് രഹസ്യമാക്കി വെക്കാൻ പറ്റില്ല. ആളുകൾ വരത്തുമ്പോഴുണ്ടല്ലോ സത്യങ്ങളല്ല. പുനഃസംഘടന മീറ്റിംഗിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പുനഃസംഘടിപ്പിക്കപ്പെട്ട ഭാരവാഹികളാണല്ലോ കൂടുന്നത്. പിന്നെ അതിന് പുനഃസംഘടന ചർച്ച അത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമാണ്. പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് മെമ്പർമാരെ നിശ്ചയിക്കുന്നത് പാർട്ടിക്ക് വേണ്ടതാണ്. അത് സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് പോകുന്നില്ല. അത് സമയാസമയങ്ങളിൽ മാറ്റം വരും. അത് എല്ലാ പ്രശ്നവും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുന്നതാണ്. അത് പാർട്ടി കേന്ദ്ര നേതൃത്വം ആലോചിച്ച് ചെയ്യുന്നത്. എല്ലാം പൂർത്തിയാകും. സമയബന്ധിതമായിട്ടെല്ലാം പൂർത്തിയാകും. ഓക്കെ. ഈ സർവകലാശാലയിൽ വീണ്ടും VC എടുത്ത നിയമത്തിനെതിരായി വീണ്ടും ഇന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ആ സർവകലാശാലയുടെ ഭരണത്തെ തന്നെ SFI ഉപയോഗിച്ച് ഒരു അക്രമ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകാൻ CPM ശ്രമിക്കുന്നുണ്ട്. സർവകലാശാലകളെ തകർക്കാനുള്ള ഒരു ശ്രമമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ആ തരത്തിലാണ് അതിനൊരു കാണുന്നതല്ല. പുള്ളിയെ തന്നെ നേരിട്ട് പോകുന്നു. ആ സമരങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുകയാണ്. സംസ്ഥാന സർക്കാർ സർവകലാശാലയിലെ CPM അനുകൂല ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലകളും അതുവഴി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു സർവകലാശാലയുടെ പരമാധികാരി VC ആണ്. ആ VC-യുമായിട്ട് സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സിൻഡിക്കേറ്റ് യോഗത്തിൽ പറഞ്ഞു തീർക്കുകയാണ് വേണ്ടത്. സിൻഡിക്കേറ്റ് യോഗം അധ്യക്ഷത വഹിക്കുന്ന VC യോഗം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയതിനു ശേഷം ബാക്കി കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഇതാണ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ കോടതിയിൽ പോകേണ്ടതായിരുന്നു. സിൻഡിക്കേറ്റിന്റെ തീരുമാനം നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോകേണ്ടതായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഗുണ്ടായിസം കാണിക്കുകയാണ് സർവകലാശാല.
കേരള സർവകലാശാലയിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ CPM അനുകൂലിക്കുന്ന ജീവനക്കാരുടെ എണ്ണം കൂടുതലുണ്ട് എന്ന് കരുതി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു നടപടിക്രമത്തെ മുഴുവനായിട്ട് ഇല്ലാതാക്കുക. ഇങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സർവകലാശാലയിൽ VCക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ടുള്ള അരാജകത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ്. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാണ്, CPM ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ചെയ്യുക. പരിപൂർണമായ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ടാണ് ഇവർ പന്താടുന്നത്. CPMന്റെ പെറ്റി പൊളിറ്റിക്സ് കാണിക്കേണ്ട സ്ഥലമല്ല സർവകലാശാല. അതുകൊണ്ടാണ് സർവകലാശാലയിൽ കുട്ടികളെ കിട്ടാത്തത്. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ബിരുദത്തിന് കുട്ടികളെ കിട്ടാത്തത് കൊണ്ടാണ്. ഇന്ത്യയിലെ മറ്റൊരു സർവകലാശാലയിലും കാണാത്ത രീതിയിൽ ഡേർട്ടി പൊളിറ്റിക്സിന്റെയും പെറ്റി പൊളിറ്റിക്സിന്റെയും കേന്ദ്രമായി സർവകലാശാലകളെ CPM മാറ്റിയത് കൊണ്ടാണ് ഇത്തരത്തിൽ കുത്തഴിഞ്ഞ സാഹചര്യം ഉണ്ടായത്. അത് സംസ്ഥാന സർക്കാർ തിരുത്താൻ തയ്യാറാണ്. സർക്കാരാണ് തിരുത്തേണ്ടത്. താൽക്കാലിക VC എന്ന് പറഞ്ഞാൽ VC ആണ്. തൽക്കാലത്തേക്ക് ഒരാൾ നിശ്ചയിച്ചാൽ VC കോടതി പറഞ്ഞ നടപടി അധികാരമുള്ള സമയത്താണല്ലോ ചെയ്തത്. നടപടിക്രമം ശരി. ആ ഈ തീരുമാനമെടുക്കുന്ന സമയത്ത് കോടതി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അധികാരമില്ലെങ്കിൽ അയാളെ ഞങ്ങൾ അധ്യക്ഷരാക്കിയത് ഈ സിൻഡിക്കേറ്റല്ലേ. അയാൾ സിൻഡിക്കേറ്റ് വിളിക്കുന്ന ആവശ്യം ഹൈക്കോടതി ആ VCയെ നിയമിച്ച നടപടിക്രമം തെറ്റാണെന്ന് പറഞ്ഞു. ഈ സംഭവങ്ങൾ നടക്കുന്നത് അദ്ദേഹം VC ആയിരിക്കുന്ന സമയത്താണ്. അദ്ദേഹത്തിന്റെ VC ഉള്ള അധികാരമുള്ള സമയത്താണ് നടക്കുന്നത്. അധികാരമുണ്ട് എന്ന് സിൻഡിക്കേറ്റ് തോന്നിയത് കൊണ്ടാണല്ലോ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടണമെന്ന് VCയോട് ആവശ്യപ്പെട്ടത്. ഈ VCയോടല്ലേ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടണമെന്ന് ഈ മെമ്പർമാർ ആവശ്യപ്പെട്ടത്. VCക്ക് അധികാരത്തിലെന്ന് സിൻഡിക്കേറ്റ് വിളിച്ചുകൂട്ടാൻ ആവശ്യപ്പെട്ടത്. അപ്പൊ അധികാരമുണ്ട് നമുക്കറിയാം. കോടതി കേസ് പോയി, കോടതി ഒരു കേസ് പോയി. നമ്മളൊരു വിഷയത്തിൽ കോടതി കേസ് പോകുമ്പോൾ കോടതി വിധി വന്നാൽ വിധി അംഗീകരിക്കും. വിധി വരുന്നവരെ എന്താണ് സ്റ്റാറ്റസ് കോ ആണ്. ചാൻസലർ നിശ്ചയിച്ചു. ചാൻസലർ ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് ശുപാർശ ചെയ്യാൻ പറ്റൂ. നിയമന ഉത്തരവ് ഇറക്കേണ്ടത് ഗവർണറാണ്, ചാൻസലറാണ്. ഇപ്പൊ 3 ആളെ കൊടുത്തല്ലോ ടെക്നിക്കൽ സർവകലാശാലയിൽ. കൊടുക്കാനല്ലേ സർക്കാരിന് പറ്റുള്ളൂ. ഉത്തരവിടേണ്ടതാണ്. മുഖ്യമന്ത്രി ഉത്തരവിട്ട VC ആവും, വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ട VC ആവും. VC ആവണമെങ്കിൽ ചാൻസലർ ഒപ്പിടണം. അതൊരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. അതിന് ചാൻസലർ കോടതി പോകട്ടെ. അത് ചാൻസലർ, അത് ഗവൺമെന്റും ചാൻസലറും ഗവർണറും തമ്മിലുള്ള പ്രശ്നമാണ്. ഞങ്ങൾ ആരും ലക്ഷ്യം. ഞാൻ ചോദിച്ചത്, ഒരാളെ VCയെ നിയമിച്ചു. ആ VCയെ നിയമിച്ചതിന് നടപടിക്രമം കോടതി ചോദ്യം ചെയ്തു. കോടതി വിധി വരുന്നതുവരെ ചാൻസലറുടെ തീരുമാനമുണ്ടല്ലോ. ചാൻസലറുടെ തീരുമാനം തെറ്റാണെന്ന് കോടതി പറഞ്ഞാൽ അതിനുശേഷം ഓക്കെ. അത് പറയുന്നത് വരെ അതാണ് സ്റ്റാറ്റസ് കോ. ആ സ്റ്റാറ്റസ് കോ ഉള്ള സമയത്ത് ഇതേ സിൻഡിക്കേറ്റ് അംഗങ്ങൾ VC അംഗീകരിച്ചുകൊണ്ട് VCയോട് പറയുന്നു ഈ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു കൊടുക്കണം. 16 സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒപ്പിട്ട നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു കൊടുക്കുന്നു. അതിന്റെ അജണ്ട എന്താണെന്ന് പറയുന്നു. ആ അജണ്ടക്കപ്പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ VC പറയുന്നു ചർച്ച ചെയ്യാൻ പറ്റില്ല, ഞാൻ സിൻഡിക്കേറ്റ് യോഗം തിരിച്ചു വിടുകയാണ്. അവരിറങ്ങിപ്പോയി. പിന്നെ ഇറങ്ങിപ്പോയ ശേഷം പിന്നെ എങ്ങനെ സിൻഡിക്കേറ്റ് യോഗം? രാഷ്ട്രീയം പറയും, ഞാൻ സാമാന്യ യുക്തിയാണ്. പിന്നെ ഈ പറയുന്നത് അർത്ഥമുള്ളൂ. അവർക്ക് വേണമെങ്കിൽ പിരിച്ചുവിട്ട യോഗത്തെ ശരിയായില്ല, അങ്ങനെയല്ല വേണ്ടതൊക്കെ പറയാം. അവർക്ക് പറയാൻ സ്വാതന്ത്ര്യം. പിന്നെ അവർക്ക് വീണ്ടും യോഗം വിളിച്ചുകൊണ്ടെന്ന് ആവശ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ ചാൻസലറോട് നേരിട്ട് ഇടപെടാൻ പറയാൻ, ഇല്ലെങ്കിൽ കോടതി നേരിട്ട് ഇടപെടാൻ പറയാൻ സ്വാതന്ത്ര്യം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ചെയർ ചെയ്യുന്നൊരു യോഗം, ഞാൻ യോഗം അവസാനിപ്പിച്ച് ഞാൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വേറെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ കാര്യം ചെയ്തിട്ട് ഇത് BJPയുടെ യോഗമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കും. അത് എന്ത് നീ സാമാന്യ യുക്തി? നമുക്കൊരു യുക്തിബോധമുണ്ട്. താൽക്കാലിക വൈസ് ചാൻസലർ നിയമിക്കുന്നത് ചാൻസലർ ഗവർണറാണ്. ഗവർണറിൽ കോടതി വിധികൾ ബാധകമല്ല. സുപ്രീം കോടതി വിധിയുണ്ട്. സർക്കാർ പാസ്സാക്കുന്ന ഒരു ബില്ല് ഗവർണർ ഒപ്പിടണം. ഈ ഗവർണറുടെ മേശപ്പുറത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ബില്ലുകളൊന്നും സർവകലാശാല ഭേദഗതി ബില്ലാണ്. ചാൻസലറുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ്. ആ ബില്ല് ഗവർണർ ഒപ്പിട്ടിരുന്നെങ്കിൽ നിയമിക്കാൻ ഗവർണറിന് കഴിയും. ചാൻസലർ ബില്ലിൽ ഒപ്പിടണോ കൊണ്ട് തീരുമാനിക്കുന്നത് അത് ചാൻസലറുടെ തീരുമാനമാണ്. ഗവൺമെന്റും ചാൻസലറും തമ്മിൽ തർക്കം അവർ തീർക്കട്ടെ. ഗവൺമെന്റും ഗവർണറും തമ്മിൽ എന്തോ തർക്കമുണ്ടെങ്കിൽ അവർ തീർക്കട്ടെ. അത് BJP കക്ഷിയല്ലല്ലോ. ഞങ്ങളെന്ത് പഠിച്ചു, ഞങ്ങളെന്ത് കക്ഷി? ഞാൻ ചോദിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടാൻ ഈ സിൻഡിക്കേറ്റ് മെമ്പർമാരെയും സർവകലാശാല ജീവനക്കാരെയും അനുവദിക്കാമോ? ഞാൻ ചോദിക്കട്ടെ, എന്ത് രാഷ്ട്രീയമായിരിക്കട്ടെ,
ഒരു VC പറഞ്ഞിട്ട് അവിടുത്തെ സുരക്ഷാ ജീവനക്കാരൻ കേൾക്കുന്നില്ല, നാളെ വേറെ VC വന്നത്. സർവകലാശാലയും സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും ഒരു സുപ്രഭാതം കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. ഇത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാവുകയാണ്, അത് വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്നിപ്പോ CPM അപ്രമാദിത്തോടുണ്ടല്ലേ, നാളെ എല്ലാ കാലത്തും അങ്ങനെയല്ലല്ലോ. ഇപ്പൊ താൽക്കാലികം നിങ്ങളെ ഒരു സ്ഥാപനത്തെ സ്ഥാപനം പെർമനന്റ് ആയിട്ട് ഒരാളെ നിയമിക്കുന്നവരെ നിയമിക്കുന്ന ആളാണ് താൽക്കാലികമായി. പെർമനന്റ് ആയിട്ട് ഒരാളെ നിയമിച്ചിട്ടുമ്പോ അയാൾക്കുള്ള അധികാരങ്ങളെല്ലാം താൽക്കാലികം ഉണ്ടാവും. അങ്ങനെയല്ലേ നമ്മൾ ഇതിലെ കണ്ടിട്ടുള്ളത്. താൽക്കാലികമായ ഒരാളെ പ്രസിഡന്റ് ആക്കിയാൽ പ്രസിഡന്റിന്റെ അധികാരമല്ലോ, അല്ലാതെ താൽക്കാലിക പ്രസിഡന്റ് വേറെ അധികാരമല്ല, അങ്ങനെയൊന്നുമില്ല. അത് നമ്മുടെ നാട്ടിൽ നടക്കില്ല. ഈ സർവകലാശാലകളെ തകർക്കാനുള്ളൊരു നീക്കം നടത്തുമെന്ന് പറയുമ്പോൾ ഈ ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിച്ച് ഗവർണർ താല്പര്യമുള്ള ആളുകളെ VC-മാരായും താൽക്കാലിക VC-മാരുമായും ഒക്കെ നിയമിക്കുമ്പോഴല്ലേ ഇങ്ങനെയുള്ളൊരു ആക്ഷേപം വരുന്നത്? അതല്ലേ കോടതി പോയത്. ആ കോടതി വിധി വരുന്നവർ കാത്തിരിക്കാമല്ലോ. അത് സർവകലാശാല ഉണ്ടായിട്ടാണ് തീരുമാനിക്കുന്നത്. ഒരു തീരുമാനം വന്നു, അതിന് അനുകൂല പ്രതികൂലം ഉണ്ടാവും. ഞാൻ അത് കോടതിയെ ചോദ്യം ചെയ്യണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. ഒരു തീരുമാനം വന്നു, ചാൻസലറുടെ തീരുമാനം തെറ്റാണെന്നെങ്കിൽ കോടതി പോയല്ലേ, ആ കോടതി വിധി വരുന്നവരെ കാത്തിരിക്കണം. അതല്ലേ ചെയ്യും. അത് സർവകലാശാല പോലീസുകാർ ഉണ്ടായി. അതാണ് ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ഒന്നാണ് കേരള സർവകലാശാല. ആ നിലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നത്. അത് ബോധപൂർവം എന്ത് രാഷ്ട്രീയ ഇടപെടലാണ്? ചാൻസലർക്കുള്ള അധികാരം അയാൾ ഉപയോഗപ്പെടുത്തി. എന്ത് രാഷ്ട്രീയ ഇടപെടൽ? ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റ് നിയമിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ചാൻസലർ നിയമിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ചാൻസലർ തന്നെയാണ് നിയമിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റിൽ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ലിസ്റ്റ് മുടക്കിപ്പോ പുതിയ ലിസ്റ്റ് സർക്കാർ കൊടുത്തില്ലല്ലോ. ഞാനിപ്പോ രാജ്ഭവന്റെ വക്താവും ചാൻസലർ വക്താവുമില്ല. എനിക്ക് അത് ന്യായീകരിക്കേണ്ട കാര്യമില്ല. ചാൻസലറും സർവകലാശാലയും തമ്മിലുള്ള തർക്കത്തിൽ BJP കക്ഷിയല്ല. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ തർക്കം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ തീർക്കേണ്ട രീതിയുണ്ട്. തീർക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണോ എന്നല്ല, ഇതാണോ അതിന്റെ രീതി? ഇതാണ് കേരളത്തിന്റെ രീതി എന്ന് പറയാം. കേരളം പല രീതിയിൽ ഒന്നാമതാണ്. ഞങ്ങളുടെ രീതി ഇതാണ്. ഞങ്ങൾ കോടതിയോ നിയമമൊന്നുമല്ല, അല്ലെങ്കിൽ ചർച്ചയുടെയോ സംഭാഷണത്തിലെയോ നിയമമൊന്നുമില്ല. ഞങ്ങളുടെ ഗുണ്ടായുസം തല്ലുതീർക്കലാണെങ്കിൽ കുട്ടികൾ പരിപാടിയിലോ ഞങ്ങൾക്ക് അത് കക്ഷിയുണ്ട്. ഞങ്ങൾ സംസാരിക്കുന്ന അതേ സമയത്ത് വാർത്താ സമ്മേളനം RSS സങ്കുചമായ രാഷ്ട്രീയ ആശയപരിസരം സർവകലാശാലയിൽ സൃഷ്ടിക്കാൻ RSSന്റെ ആശയം സങ്കുചിതമാണോ വിചിതമാണോ ഈ രാജ്യത്തിലെ ജനങ്ങൾ ചിന്തിച്ചതുകൊണ്ടാണല്ലോ ദാർ ഹിന്ദുവിന്റെ പാർട്ടിയെ മൂലക്കിരുത്തിയിട്ട് RSSന്റെയും ദേശീയ പ്രസ്ഥാനങ്ങളെയും ഈ രാജ്യത്തെ ജനം സ്വീകരിച്ചു. അതൊക്കെ അവരാണ്. വികസിത കേരളം മുദ്രാവാക്യം വെക്കുമ്പോൾ ഏത് സൂചികയിലാണ് നമ്മൾ വികസിത കേരളം? അത് അടിസ്ഥാന സൂചിക മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നിലെത്തും. ആരോഗ്യരംഗമാകട്ടെ അത്തരം അടിസ്ഥാന സൂചികകളെല്ലാം മറ്റു സംസ്ഥാനങ്ങളെ കേരളത്തിന്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ ചിന്തിക്കുന്നു. കേരളത്തില് കുറെ വർഷത്തെ നമ്മുടെ പരിശ്രമത്തിന്റെ ഫലമായി പല മേഖലയിൽ നാം ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഓരോ ദിവസം കഴിയുന്നതും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നതും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം ഊതിപ്പെരുപ്പിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പലരും ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം. ആ ഒന്നാം സ്ഥാനത്തല്ല ഇപ്പൊ സത്യത്തിൽ എല്ലാവരും. ഇവിടെ പണത്തിന്റെ വിനിയോഗത്തെ സംബന്ധിച്ചുകൊണ്ട് കടമെടുപ്പിന്റെ കാര്യം പ്രശ്നമുണ്ട്. വലിയ കടബാധ്യത കേരളത്തിൽ താങ്ങാനാവാത്തതിനേക്കാൾ അപ്പുറത്ത് കടബാധ്യത. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ പുറത്തേക്ക് പോകുന്നത്. ഇതുപോലെ കേരളത്തിൽ പഠിക്കാതെ പുറത്തേക്ക് പോകുന്നത്. കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസ രംഗം ഇത്ര പെർഫെക്റ്റ് ആണെങ്കിൽ എല്ലാ കുട്ടികൾ പുറത്തേക്ക് പഠിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേരളത്തിലുണ്ട്. യാഥാർത്ഥ്യമായിട്ടുണ്ട്. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വികസിത കേരളം എന്നുള്ള ആശയം ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ബോധ്യമുണ്ട് കേരളത്തിൽ നിന്ന് സ്ഥിതിയെ കുറിച്ച്. BJP ഇതൊക്കെ പറയുമ്പോൾ കേന്ദ്രമാണ് എല്ലാത്തിലും ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. കേരളം ആരോഗ്യരംഗത്താണെങ്കിലൊക്കെ മെഞ്ഞാന്ന് വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഒന്നാം സ്ഥാനത്ത് നമുക്ക് റാങ്ക് വന്നത്? അല്ലെങ്കിൽ തൊഴിലില്ലായ്മയുടെ നിരക്കില് ഇന്ന് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യുവാക്കളുടെ തൊഴിലില്ലായ്മയിൽ 29% കേരളത്തിൽ. പല സംസ്ഥാനം ഒത്തിരി പുറകിലാണ്. ഇപ്പം നാഷണൽ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 10% താഴെയാണ് ഇരിക്കുമ്പോൾ കേരളം മാത്രം തന്നെയാണ് 30% ഇരിക്കുന്നത്. അതും കേരളം കൊടുത്തിരിക്കുന്ന കണക്ക് പ്രകാരമാണ്. പല പാരാമീറ്റേഴ്സ് ഉണ്ട്. അതെല്ലാം കൂടെ മുമ്പോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ വികസിത കേരളം എന്നുള്ള രാഷ്ട്രീയം മുമ്പോട്ട് വെച്ചത്.
അല്ല, മറ്റ് സംസ്ഥാനത്തെ ജീവിത നിലവാരത്തെ കുറിച്ച് അറിയാമോ? ബാംഗ്ലൂരിലെ ജീവിത നിലവാരത്തെ കുറിച്ച് അറിയാമോ? അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജീവിത നിലവാരം കേരളത്തെക്കാൾ കുറവാണെന്ന് നിങ്ങൾ ആര് പറഞ്ഞു? കേരളത്തിലെ ദിവസവേതനവും അല്ലെങ്കിൽ ഗുജറാത്തിലെ ജീവിത നിലവാരം കുറവാണെന്ന് ആര് പറഞ്ഞു? കേരളത്തെക്കാൾ ജീവിത നിലവാരം കുറവാണ്. അല്ല, ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയാം. ജീവിത നിലവാരത്തെ കുറിച്ച് അപ്പോ കേരളം എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്, അതാണ്. ശരി, നമുക്ക് അങ്ങനെ ചിന്തിക്കാം. കേരളം പെർഫെക്റ്റ്. കേരളത്തിൽ ഒരു വികസന പ്രശ്നമില്ല. കേന്ദ്രം കൊടുക്കുന്ന ഫണ്ട് ചെലവഴിക്കുന്നില്ല സാർ. കൊടുത്ത പൈസ ചെലവഴിക്കട്ടെ. അതെങ്ങനെ ഞങ്ങൾ പറഞ്ഞു? ഇവിടെ കടം മേടിക്കണം. ഞങ്ങൾ കടം മേടിക്കുന്നതല്ല പറഞ്ഞു. കടമെടുപ്പ് പരിധി ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല, അത് നാഷണൽ ആവറേജ് അനുസരിച്ച് കുറയ്ക്കുന്നതാണ്. ഓരോ സംസ്ഥാനത്തിനും കടമെടുക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. അത് കേരളത്തിൽ വന്നു. കേരളം എന്ന നിയമത്തിന് അധീനമാണ്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിലുണ്ട്. എന്നിട്ടും കോവിഡ് കാലഘട്ടത്തിന് ശേഷം കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചു കൊടുത്തു കേരളത്തിന്. എത്ര വർദ്ധിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം കടമെടുക്കലാണ് പ്രധാനപ്പെട്ട പണി. ആകെ നടക്കുന്ന പണി അത് മാത്രമേ. മൂക്കറ്റം മുങ്ങിയാലും കടമെടുക്കും. പിന്നെ എങ്ങനെ സാധിക്കുക? അത് കേരളത്തിലെ പലതരത്തിൽ ഇങ്ങനെ സാമ്പത്തികമായി കേരളത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. അത് നേരത്തെ ഈ പ്രളയത്തിൽ വിദേശ ഫണ്ട് സ്വീകരിക്കാൻ കേരളത്തെ അനുവദിച്ചില്ല. പക്ഷെ മഹാരാഷ്ട്ര ഇപ്പോൾ അല്ല, അങ്ങനെയും കേന്ദ്രം ഇടപെടുന്നു എന്നുള്ളതാണ്. അത് UA ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞങ്ങളത് പറഞ്ഞത് അതിനുള്ള ശ്രദ്ധയില്ല. കേന്ദ്രം നിൽക്കട്ടെ. പണം കൊടുക്കാന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ എന്ത് പഠിക്കാനാ നമുക്ക്? അല്ല, തീരുമാനിക്കാത്തൊരു ഫണ്ട് കേന്ദ്രം ശരി ഇങ്ങനെയാണെങ്കിൽ ഞാൻ ധനകാര്യമന്ത്രിയെ കാണാൻ പോകുന്നു. ഇല്ലാത്തൊരു ഫണ്ടാണെങ്കിൽ പിന്നെ അത് വാങ്ങേണ്ട കാര്യമില്ല. ഇവര് പോകാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് മേടിക്കാനും അതിന് അന്നത്തെ നിയമപ്രകാരം അനുവാദമില്ല. അന്നുള്ള നിയമപ്രകാരം ഇപ്പൊ നിയമം മാറ്റിയാണ്. മഹാരാഷ്ട്രയിൽ കിട്ടിയത് നിയമം മാറ്റിയതിനു ശേഷമാണ്. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് കേരളത്തിനും ആവശ്യപ്പെടാം, കേരളത്തിനും വേണമെങ്കിൽ ആവശ്യപ്പെടാം. നിയമത്തിന് മാറ്റം വരുത്തി. അന്ന് നിയമം ഉള്ളത് കൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. പോകണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് UA ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് ഞങ്ങൾ അതിനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാം വിശ്വസിക്കുന്നത് UA ഗവൺമെന്റിന്റെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പിണറായി വിജയനല്ലോ ഇന്നത്തെ നിലയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം. ഇനി കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും പണം കൊടുക്കാനുണ്ടെങ്കിൽ ഇവര് സുപ്രീം കോടതിയിൽ പോയിട്ട് കേസ് നിരോധിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി സംസ്ഥാന ഗവൺമെന്റ് എന്തായിരുന്നു പരാതി? സംസ്ഥാന ഗവൺമെന്റ് പരാതി ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നില്ല, ഞങ്ങൾ ലഭിക്കുന്നു. സുപ്രീം കോടതി വിധി എന്താ? നിങ്ങൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തണം എന്ന് പറയാൻ അർത്ഥം എന്താ? എന്തിനാ കേരള ഗവൺമെന്റ് സമ്മതിക്കാൻ പോയി? ഞങ്ങൾക്ക് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് വേണ്ട, ഞങ്ങൾക്ക് നിയമപ്രകാരം കിട്ടാനുള്ളതാണ്. നിയമപ്രകാരം കിട്ടാനുള്ളതാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് കോടതിക്ക് വെളിയിൽ മന്ത്രിയുമായി സംസാരിച്ചു തീർക്കുന്നു സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അംഗീകരിച്ചു പോകുന്നു. ഞങ്ങളല്ലോ അംഗീകരിച്ചത്, കേന്ദ്ര സർക്കാരല്ലോ അംഗീകരിച്ചത്, സംസ്ഥാന ഗവൺമെന്റ്. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും നിർമ്മലാ സീതാരാമനെ കഴിഞ്ഞ 2 മാസത്തിൽ കാണാൻ വേണ്ടി പോയല്ലോ പറയായിരുന്നു. ഞാൻ തരണം എന്തേ സൂപ്രണ്ടിനെ കാണുമ്പോൾ തവാക്ക് പറഞ്ഞത് ഒന്നുമില്ല പറയാൻ, ഒന്നും കിട്ടാനുമില്ല, കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പത്രസമ്മേളനം 1 മണിക്കൂർ പത്രസമ്മേളനം നടത്തുമ്പോൾ ഇങ്ങനെ പറയാം. പിന്നെ അത് പറയട്ടെ, എല്ലാ കാലത്തും പറയുന്നു.